കേരളത്തിന്റെ സാമ്പത്തിക അടിത്തറയിൽ റബ്ബർ കൃഷിക്ക് വലിയ പങ്കാണുള്ളത്. പരമ്പരാഗതമായി പുരുഷന്മാർ മാത്രം കുത്തകയായി വച്ചിരുന്ന റബ്ബർ ടാപ്പിംഗ് മേഖലയിലേക്ക് ഇന്ന് സ്ത്രീ തൊഴിലാളികൾ കടന്നുവരുന്നുണ്ട്. കഠിനാധ്വാനവും കൃത്യതയും ഒരേ സമയം ആവശ്യമുള്ള ഈ തൊഴിലിൽ മികച്ച വിജയം കൈവരിച്ചിരിക്കുകയാണ് ഒരു കൂട്ടം സ്ത്രീ തൊഴിലാളികൾ. തിരുവനന്തപുരം ജില്ലയിലെ കിളിമാനൂരിൽ മലയ്ക്കൽ, പനപ്പാങ്കുന്ന് തുടങ്ങിയ RPSകൾ സംയുക്തമായിട്ടാണ് പ്രതീക്ഷ എന്ന സംഘം രൂപീകരിച്ചിരിക്കുന്നത്. നമുക്ക് മലയ്ക്കൽ RPSൻ്റെ കീഴിൽ 2018 ജനുവരി മാസത്തിൽ ഒരു മാസത്തെ ട്രെയിനിങ് ഉണ്ടായിരുന്നു. റബ്ബർ ടാപ്പ് ചെയ്യുന്നതിനും അതിൻ്റെ മഴ സീസണിൽ അത് ടാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റേ ഷെയ്ഡ് ഇട്ട് വെട്ടുന്നതിനും വേണ്ടിയിട്ട് ഒരു ക്ലാസ് തന്നായിരുന്നു. അതിൽ 15 അംഗങ്ങൾ പങ്കെടുക്കുകയും നമ്മൾ അത് ഒരു പ്രതീക്ഷ ലേബർ ഗ്രൂപ്പ് എന്നുള്ള പേരിൽ ആ ഗ്രൂപ്പിനെ നിലനിൽക്കുകയും 2018 മുതൽ തന്നെ നാളിതുവരെയും അത് നല്ല രീതിയിൽ പ്രവർത്തന ആയിട്ട് പോകുന്നുണ്ട്. ഈ സംഘത്തിന്റെ വിജയത്തിന് നിരവധി കാരണങ്ങളുണ്ട്. ഒന്നാമതായി സാമ്പത്തിക സ്വാതന്ത്ര്യമാണ്. ഗ്രാമീണ മേഖലയിലെ സ്ത്രീകൾക്ക് മികച്ച പ്രതിദിന വരുമാനം ഉറപ്പാക്കാൻ ഇതിലൂടെ സാധിക്കുന്നു. ഇത് അവരുടെ കുടുംബ ഭദ്രതയ്ക്കും സാമ്പത്തിക സ്വാതന്ത്ര്യത്തിനും വഴിതെളിക്കുന്നു. രണ്ടാമതായി, ഈ രംഗത്ത് പുരുഷ തൊഴിലാളികളുടെ കുറവ് അനുഭവപ്പെട്ടതോടെ തോട്ടമുടമകൾ സ്ത്രീകളെ പ്രോത്സാഹിപ്പിക്കുവാൻ ആരംഭിച്ചു. മൂന്നാമതായി, റബ്ബർ മരത്തിന്റെ കാതൽ അഥവാ തടി മുറിയാതെ തൊലി മാത്രം കൃത്യമായ അളവിൽ ചെത്തി കറയെടുക്കാൻ വലിയ ശ്രദ്ധ വേണം. സ്ത്രീകളുടെ സ്വാഭാവികമായ ക്ഷമയും കൈവിരുതും ഈ ജോലിക്ക് അനുയോജ്യമാണെന്ന് തെളിഞ്ഞിട്ടുണ്ട്. 2018 നമ്മൾ റബ്ബർ ബോർഡ് ഒരു ചുവടുവയ്പ് എന്നുള്ള രീതിയിൽ കുടുംബശ്രീ ഗ്രൂപ്പുകൾക്ക് സെലക്ട് ചെയ്ത കുടുംബശ്രീ ഗ്രൂപ്പുകൾക്ക് ഒരു ടാപ്പിംഗ് പരിശീലന പരിപാടി നൽകുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ കിളിമാനൂർ മേഖലയിൽ മലയ്ക്കൽ RPSന് കീഴിലാണ് 15 പേരടങ്ങുന്ന ഒരു കുടുംബശ്രീ ഗ്രൂപ്പിന് നമ്മൾ പരിശീലന പരിപാടി ഒരു മാസം നീണ്ടു നിൽക്കുന്നത്. അതിൽ ടാപ്പിംഗ്, റെയിൻ ഗാർഡിങ് തുടങ്ങി റബ്ബർ കൃഷിയെ സംബന്ധിച്ചുള്ള സകല കാര്യങ്ങളിലും പരിശീലനം നൽകി ഒരു സമഗ്രമായ പരിശീലന പരിപാടി നൽകിയാണ് ഇവർ ഫീൽഡിലേക്ക് ഇറക്കിയത്. പക്ഷേ ഈ 15 പേരും ആ പരിശീലനം നേടിയ ഉടൻ തന്നെ ഫീൽഡിൽ ഇറങ്ങി എന്നുള്ളതാണ് ആ പരിപാടിയുടെ ഒരു വിജയം. സ്ത്രീകളെ ഈ മേഖലയിലേക്ക് ആകർഷിക്കുന്നതിൽ സർക്കാർ സംവിധാനങ്ങൾക്ക് വലിയ പങ്കുണ്ട്. റബ്ബർ ബോർഡിന്റെ കീഴിലുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റബ്ബർ ട്രെയിനിംഗ് സ്ത്രീകൾക്ക് പ്രത്യേക ടാപ്പിംഗ് കോഴ്സ് നടത്തുന്നുണ്ട്. കുടുംബശ്രീ മിഷന്റെ സഹായത്തോടുകൂടി കേരളത്തിലുടനീളം നിരവധി വനിതാ ടാപ്പിംഗ് ഫോഴ്സുകൾ രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇവർ സംഘങ്ങളായി ചേർന്ന് വലിയ തോട്ടങ്ങളിലെ ടാപ്പിംഗ് കരാറുകൾ ഏറ്റെടുത്ത് ചെയ്യുന്നു. ഇപ്പോൾ തിരുവനന്തപുരത്തിൽ നമ്മുടെ ആവശ്യം കിളിമാനൂർ തൊട്ട് അമ്പൂരി വരെയുള്ള സ്ഥലങ്ങളിൽ പലയിടത്തും നമുക്ക് ഈ ലേഡീസിന് വേണ്ടി എക്സ്ക്ലൂസീവായിട്ട് ഈ പരിപാടികൾ നടത്താൻ കഴിഞ്ഞു. അതിൽ പലരുടെയും ജീവിതം തന്നെ ഇപ്പോൾ ഇതിനെ ബേസ് ചെയ്താണ് മുന്നോട്ട് വയ്ക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഇവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ വേറെ ഒരു കാര്യവും കൂടെ, റബ്ബർ ബോർഡിൻ്റെ ഏറ്റവും നല്ലൊരു പദ്ധതിയാണ് ഈ തൊഴിലാളി ക്ഷേമ പദ്ധതി. അതിൽ ഈ സ്ത്രീകൾക്കാണെങ്കിൽ നമ്മൾ എപ്പോഴും പ്രിഫറൻസാണ്. നമ്മൾ സാധാരണ ജെൻസ് ടാപ്പേഴ്സിന് നമുക്ക് ഒരു കുട്ടിക്കാണ് 6ാം ക്ലാസ് തൊട്ട് ഏത് ക്ലാസ് വരെ പഠിക്കുന്നോ ആ ക്ലാസ് വരെ ഏകദേശം 1500 രൂപ തൊട്ട് 28,000 രൂപ ഒരു വർഷം നമ്മൾ സ്റ്റൈപ്പൻറ്റും ഹോസ്റ്റൽ ഫീസുമായിട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷേ സ്ത്രീ തൊഴിലാളികൾക്ക് അവരുടെ 2 മക്കൾക്ക് ഇത് കൊടുക്കുന്നുണ്ട്. പിന്നെ കൂടാതെ സ്ത്രീ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞാൽ അവർക്ക് ഏറ്റവും ആരോഗ്യത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ എന്തെങ്കിലും ചികിത്സ വേണ്ടി വരികയാണെങ്കിൽ ആണുങ്ങൾക്ക് ആയിട്ടുള്ള തൊഴിലാളികൾക്ക് നമ്മൾ 10,000 രൂപ ഒരു വർഷം മെഡിക്കൽ റീഇംബേഴ്സ്മെൻറ്റ് കൊടുക്കുമ്പം ഇവർക്ക് 15,000 രൂപ നമ്മൾ മെഡിക്കൽ റീഇംബേഴ്സ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവരുടെ പ്രസവത്തിന് നമ്മൾ 15,000 രൂപ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് കൂടാതെ ഇവരുടെ 2 പെൺമക്കൾക്ക് കല്യാണത്തിന് വേണ്ടി ഓരോ കുട്ടിക്കും 20,000 രൂപ വെച്ച് കൊടുക്കുന്നുണ്ട്. കാരണം ഈ സ്ത്രീകളെയൊക്കെ ഇതിലോട്ട് കൂടുതൽ അട്രാക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി സ്ത്രീ ശാക്തീകരണവുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ഈ പരിപാടികളൊക്കെ നടത്തുന്നത്. റബ്ബർ പാൽ കൂടുതൽ ലഭിക്കുന്നത് പുലർച്ചെയുള്ള തണുത്ത സമയത്താണ്. അതിനാൽ തന്നെ
പുലർച്ചെ 3 മണിക്കും 4 മണിക്കുമൊക്കെ ഇവർക്ക് ജോലി ആരംഭിക്കേണ്ടി വരുന്നു. ഇത്തരം അസമയങ്ങളിലെ ജോലി ഇവരുടെ സുരക്ഷിതത്വത്തിനും വീട്ടുകാര്യങ്ങൾ നോക്കുന്നതിനും വെല്ലുവിളിയാകുന്നുണ്ട്. പുലർച്ചെ തോട്ടങ്ങളിൽ ഇറങ്ങുമ്പോൾ പാമ്പ്, കാട്ടുപന്നി തുടങ്ങിയ ജീവികളുടെ ആക്രമണ സാധ്യതയും കൂടുതലാണെന്ന ആശങ്കയും ഇവർ പങ്കുവച്ചു. അന്താരാഷ്ട്ര വിപണിയിൽ റബ്ബറിന് വില കുറയുമ്പോൾ കൂലിയിലും കുറവുണ്ടാകുന്നത് സാമ്പത്തിക പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. പ്രധാന പ്രതിസന്ധി കാലാവസ്ഥാ വ്യതിയാനമാണ്. മഴക്കാലത്ത് റെയിൻ ഗാർഡ് ഇല്ലാത്ത തോട്ടങ്ങളിൽ ടാപ്പിംഗ് നടക്കുകയില്ല. ഇത് ഇവരുടെ സ്ഥിര വരുമാനത്തെ ബാധിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം തേടി മുന്നേറുകയാണ് ഈ സംഘം. 2018 ജനുവരിയിൽ സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഭാഗമായി കുടുംബശ്രീ മിഷനുമായി ചേർന്നും റബ്ബർ ബോർഡിൻ്റെ സഹകരണത്തോടു കൂടി മലയ്ക്കൽ RPSൻ്റെ നേതൃത്വത്തിൽ ഒരു സമഗ്രമായ റബ്ബർ ടാപ്പിംഗ് പരിശീലന പരിപാടി സംഘടിപ്പിക്കുകയുണ്ടായി. അന്ന് 15 പേരാണ് ആ പരിശീലന പരിപാടിയിൽ പങ്കെടുത്ത വനിതകൾ. ഇന്ന് ആ 15 പേരും 3 ഗ്രൂപ്പുകളായി തിരിഞ്ഞ് റബ്ബർ പരിപാലനത്തിൻ്റെ സമഗ്രമായ മേഖലകളിലൂടെ സഞ്ചരിക്കുകയും സ്ത്രീ ശാക്തീകരണത്തിൻ്റെ പ്രതീകങ്ങളായി മാറുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു വസ്തുതയാണ്. സ്ത്രീ ശാക്തീകരണം എന്ന് പറയുമ്പോൾ ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ അതിനെ അഭിമുഖീകരിക്കുവാനുള്ള ശക്തി കൂടി അതിനകത്ത് സ്ത്രീ ശാക്തീകരണത്തിൽ ഉൾപ്പെടുന്നു എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം, എൻ്റെ അഭിപ്രായം. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ 2018 ജനുവരിയിൽ നടന്ന റബ്ബർ ടാപ്പിംഗ് പരിശീലന പരിപാടികൾ മാത്രമല്ല, മലയ്ക്കൽ പനപ്പാങ്ങുന്ന RPSകളുടെ നേതൃത്വത്തിൽ മടവൂർ, കിളിമാനൂർ പഞ്ചായത്തുകളിലായി ഏതാണ്ട് 300ഓളം സഹോദരിമാർക്ക്, വനിതകൾക്ക് സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട് ഉള്ള പ്രവർത്തനങ്ങൾ മുഖ്യ ലക്ഷ്യമാക്കിക്കൊണ്ട് റബ്ബർ ബോർഡിൻ്റെ സഹകരണത്തോടു കൂടി റബ്ബർ മേഖലയിലെ സമഗ്രമായ പുരോഗതിക്ക് ഉതകുന്ന നിലയിൽ പ്രവർത്തനങ്ങൾ ക്രോഡീകരിക്കുകയും അത് വനിതകളിലൂടെ സമൂഹത്തിൽ പ്രകടമാക്കുകയും ചെയ്യുന്ന ഒരു ദൗത്യം കൂടി ഈ RPSകൾ ഇന്ന് ഏറ്റെടുത്തിരിക്കുകയാണ്. പുരയിടങ്ങളിലെ പുല്ലുവെട്ടി തോട്ടം വൃത്തിയാക്കുന്ന യന്ത്രസഹായ രീതി ഇവർ ഉപയോഗിച്ചു വരുന്നു. മഴക്കാലത്ത് ടാപ്പിംഗ് മുടങ്ങാതിരിക്കാനായി റെയിൻ ഗാർഡ് ചെയ്യുന്നതിനുള്ള പരിശീലനവും ഇവർ നേടിക്കഴിഞ്ഞിട്ടുണ്ട്. റെയിൻ ഗാർഡ് 2 രീതിയിൽ ഇവർ ചെയ്തു വരുന്നു. പാവാട രീതിയും ഫ്രിൽ രീതിയും. മരത്തിൻ്റെ തൊലി ചെത്താതെ പ്ലാസ്റ്റിക് ഷീറ്റ് മരത്തിനു ചുറ്റും പാവാട പോലെ കെട്ടിയിറക്കുന്ന രീതിയാണിത്. മരത്തിന് കേടുപാടുകൾ വരാത്തതിനാൽ ഏറ്റവും സുരക്ഷിതമായ രീതിയും ഇതാണ്. വെട്ടുപാടിനു മുകളിലായി മരത്തിൻ്റെ തൊലി ചെറുതായി ചെത്തി അതിലേക്ക് പ്ലാസ്റ്റിക് ഷീറ്റ് കയറ്റി വെച്ച് പശ തേച്ചൊട്ടിക്കുന്ന രീതിയാണ് ഫ്രിൽ രീതി. നിരവധി തോട്ടങ്ങളിൽ റെയിൻ ഗാർഡ് സെറ്റ് ചെയ്യാൻ തങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടെന്ന സന്തോഷവും ഇവർ പങ്കുവച്ചു. ജീവിതത്തിലെ പല അഗ്നിപരീക്ഷകളും സധൈര്യം നേരിടാൻ ഈ കൈത്തൊഴിൽ ഇവരെ പ്രാപ്തരാക്കുന്നു. ഞാൻ മലയ്ക്കൽ RPSൻ്റെ കീഴിൽ 6-7 വർഷമായി പ്രതീക്ഷ ലേബർ ഗ്രൂപ്പിൽ കൂടി വർക്ക് ചെയ്യുന്നു. എനിക്ക് ടാപ്പിങ്ങും റെയിൻ ഗാർഡും നല്ല രീതിയിൽ എല്ലാ വർഷവും ചെയ്തു പോകുന്നു. ഒരു 50,000-80,000 രൂപ വരെയൊക്കെ ഒരു വർഷത്തിൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു 8-10 പേർക്ക് ഞാൻ തന്നെ പഠിപ്പിച്ചു കൊടുത്ത ഒരു ഗ്രൂപ്പ് ഇപ്പം പുതിയതായിട്ട് കൊണ്ടുപോവുകയാണ്. ഇപ്പോൾ എനിക്ക് മറ്റാരെയും ആശ്രയിക്കാതെ എനിക്ക് ജീവിക്കാൻ പറ്റുന്നുണ്ട്. ഇത്തരം സ്ത്രീ കൂട്ടായ്മകളിൽ പങ്കാളികളാകുന്നത് വ്യക്തിപരവും സാമൂഹ്യപരവുമായ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും എന്നാണ് രജിത ടീച്ചറുടെ അഭിപ്രായം. ട്രെയിനിങ് കിട്ടിയ സമയം മുതൽ തന്നെ ഞാൻ 250 മരം ടാപ്പ് ചെയ്യാൻ തുടങ്ങി.
രാവിലെ തന്നെ ടാപ്പ് ചെയ്തിട്ട് സ്കൂളിൽ പോവും. അതിരാവിലെ എഴുന്നേറ്റ് ടാപ്പ് ചെയ്യും. കഴിഞ്ഞിട്ട് ലാറ്റക്സ് ഒക്കെ കളക്ട് ചെയ്ത് വെച്ച് സ്കൂളിൽ പോവും. തിരിച്ച് വന്ന് ഷീറ്റ് അടിച്ച് ഉണക്കുന്നൊരു സിസ്റ്റമായിരുന്നു. ഇങ്ങനെ ഫോളോ ചെയ്ത് വരവേ തന്നെ എനിക്ക് ആ സമയത്ത് ഫാമിലിയിൽ ഒരു എക്സ്ട്രാ ഇൻകം എന്നുള്ള രീതിയിൽ കിട്ടുകയും ചെയ്തു. ആ സമയത്ത് തന്നെ എനിക്കൊരു സ്കൂട്ടി വാങ്ങാനും പറ്റും. സ്കൂട്ടി വാങ്ങിയതോടുകൂടി എനിക്ക് കുറച്ചുകൂടി മരങ്ങൾ ടാപ്പ് ചെയ്യാൻ പറ്റി. അതുമൊക്കെ ഈ ടാപ്പിങ്ങിൻ്റെ ഇൻകത്തിൽ നിന്ന് കിട്ടിയതാണ്. ഇങ്ങനെ ഇരിക്കവേ 2018 നമുക്കൊരു റെയിൻ ഗാർഡിങ്ങിൻ്റെ ഒരു ട്രെയിനിങ് കൂടി കിട്ടി. അതിലും പങ്കെടുത്തു. ആ സമയത്ത് റെയിൻ ഗാർഡ് ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ എൻ്റെ ഹസ്ബൻഡ് വളരെ ദാരുണമായ ഒരു ആക്സിഡൻറ്റിൽ കിടപ്പിലായിപ്പോയി. ഈ സമയത്ത് എൻ്റെ ഫാമിലിയിൽ വളരെ ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. ഈ ഫിനാൻഷ്യൽ പ്രോബ്ലംസൊക്കെ സോൾവ് ചെയ്യാൻ കഴിഞ്ഞത് ഇങ്ങനെ ഒരു വരുമാനത്തിലൂടെയാണ്. കൈകൾ കൊണ്ട് പ്രവർത്തിപ്പിക്കാവുന്ന പരമ്പരാഗത ടാപ്പിംഗ് കത്തികളാണ് ഇവിടെ ഉപയോഗിച്ചു വരുന്നത്. മരത്തിൻ്റെ പ്രായവും വെട്ടുന്ന രീതിയും അനുസരിച്ച് ഇവ 2 തരത്തിലുണ്ട്. ഷോർട്ടർ കത്തികളാണ് കേരളത്തിൽ ഏറ്റവും പ്രചാരത്തിലുള്ളത്. ബഡ് ചെയ്ത മരങ്ങൾ വെട്ടാനാണ് ഇത് ഏറെ അനുയോജ്യമാകുന്നത്. എന്നാൽ മറ്റു ചിലർ ജബോങ് കത്തി ഉപയോഗിച്ചാണ് മരങ്ങൾ ടാപ്പ് ചെയ്തു വരുന്നത്. വടക്കൻ കേരളത്തിലും മലയോര മേഖലകളിലും പഴയ നാടൻ റബ്ബർ മരങ്ങൾ വെട്ടാൻ ഇത് ഉപയോഗിക്കുന്നു. ഇതിൻ്റെ ബ്ലേഡ് അല്പം വളഞ്ഞ ആകൃതിയിലാണ്. തങ്ങൾ സ്വയം അധ്വാനിച്ചുണ്ടാക്കുന്ന പണം കുട്ടികളുടെ വിദ്യാഭ്യാസം, ഭവന നിർമ്മാണം, മെച്ചപ്പെട്ട ജീവിത സൗകര്യങ്ങൾ എന്നിവയ്ക്കൊക്കെ വിനിയോഗിക്കാൻ കഴിയുന്നുണ്ടെന്ന് പറയുകയാണ് അധ്യാപികയും ടാപ്പിംഗ് വിദഗ്ധയുമായ പുഷ്പമണി. എൻ്റെ സ്വന്തം തോട്ടത്തിൽ ടാപ്പിങ്ങിന് എനിക്ക് റെഗുലറായിട്ട് ആളിനെ കിട്ടത്തില്ലായിരുന്നു. ഇപ്പോൾ എൻ്റെ സ്വന്തം തോട്ടത്തിൽ ഏകദേശം 120ഓളം മരം ഞാൻ തനിയെ ടാപ്പ് ചെയ്യുന്നുണ്ട്. എനിക്ക് 18 ഷീറ്റ് കിട്ടുന്നുണ്ട്. മെഷീൻ വാങ്ങി സ്വന്തമായിട്ട് വീട്ടിൽ തന്നെ ഷീറ്റ് അടിക്കുന്നുണ്ട്. അതിൽ നിന്ന് കിട്ടിയ വരുമാനം ഞാൻ ഏകദേശം 1 ലക്ഷം രൂപ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടുകയും ചെയ്തു. ഈ 2-3 വർഷം കൊണ്ട് ഭയങ്കര സന്തോഷം തോന്നി. അതെൻ്റെ സ്വന്തം അധ്വാനത്തിൽ കിട്ടുന്ന ആയതുകൊണ്ട് വീട്ടിലാരും അതൊന്നിനും ചോദിക്കത്തില്ല. അങ്ങനെ ഞാനത് ബാങ്കിലിട്ടിരുന്നിട്ട് എടുത്ത് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടു. ജീവിതം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ്. ട്രെയിനിങ്ങും ഉള്ള ആളാണ്. ഞാനൊരു CBSE സ്കൂളിലെ അധ്യാപികയായിരുന്നു. ജോലിയൊക്കെ റിസൈൻ ചെയ്ത് 2019 മുതൽ ഞാൻ വീട്ടിൽ നിൽക്കുവാണ്. അപ്പോൾ എൻ്റെ സ്വന്തം തോട്ടം എനിക്ക് ടാപ്പ് ചെയ്യാനും കഴിയുന്നു. ഇതുപോലെ ഒത്തിരി ആൾക്കാരെ പരിചയപ്പെടാനും അവരുടെയൊക്കെ ജീവിതമായിട്ടൊക്കെ മിങ്കിൾ ചെയ്യാനും എൻ്റെ ജീവിതമൊക്കെ അവർക്ക് പറഞ്ഞു കൊടുത്തൊരു മാതൃകാപരമായിട്ട് ഒരു വിൽ പവറോടെ നമ്മുടെ ജീവിതം നാം നേരിടണം. അങ്ങനെ നേരിട്ട് വന്ന ഒരാളാണ് ഞാൻ. എനിക്ക് 3 ആൺമക്കളാണ്. ഒരേ ചിന്താഗതിക്കാരുമായി ഇടപഴകുന്നത് മാനസിക ധൈര്യം വർദ്ധിപ്പിക്കുന്നു. കൂടാതെ ഒളിഞ്ഞിരിക്കുന്ന സർഗാത്മകമായ കഴിവുകൾ പുറത്തെടുക്കുവാൻ വേദി ഒരുങ്ങുകയും ചെയ്യുന്നു. ദീപ മാഡവും നമ്മുടെ നിർമ്മൽ കുമാർ സാറും നമ്മുടെ സംഘത്തിന് വേണ്ടി വളരെയേറെ സഹായം ചെയ്തിട്ടുള്ള ആളാണ്. ഏത് ഈ വീട്ടിൻ്റെ കാര്യമായാലും ആശുപത്രിയുടെ കേസായാലും ഈ വർഷം 3-4 വീടുകൾ നമ്മൾ ഒരേ ആൾക്കാർക്ക് ധനസഹായം വാങ്ങിച്ച് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ചികിത്സാ സഹായവും ഇവർ മുഖാന്തരം, അതായത് ദീപ മാഡം എന്നെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു മാഡമാണ്. ഏത് കാര്യം പറഞ്ഞാലും അത് ചെയ്യും. നമ്മുടെ ഓഫീസിലേക്കാണ് എല്ലാം തരുന്നത്. സാമൂഹികമായും സാമ്പത്തികമായും എല്ലാം പരസ്പരം ചേർത്തു പിടിക്കാൻ തങ്ങൾക്ക് സാധിക്കുന്നുണ്ടെന്ന അഭിപ്രായമാണ് രജീനയ്ക്ക്. 1999 മുതൽ റബ്ബർ ടാപ്പിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ബിന്ദുവും കുടുംബവും ആത്മവിശ്വാസത്തോടെ ജീവിതത്തെ നേരിട്ടതിൻ്റെ സന്തോഷവും പങ്കുവച്ചു. 1999 തിരുവനന്തപുരം റീജിയണൽ ഓഫീസിൻ്റെ കീഴിൽ വനിതകൾക്ക് മാത്രമായിട്ട് 17 പേരെ ഉൾപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞ് നമ്മൾ തന്നെ, അതായത് ഈ റബ്ബർ ടാപ്പ് ചെയ്യാനുള്ള മരവും ഒക്കെ കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ ഇറങ്ങി കയറി നടന്ന് കണ്ടുപിടിച്ച് 17 വനിതകൾക്ക് മാത്രമായിട്ട് 17 പേരെ ഉൾപ്പെടുത്തിക്കൊണ്ടായിരുന്നു ഒരു ഗ്രൂപ്പിന് ട്രെയിനിങ് തന്നത്. അന്ന് തൊട്ട് ഇന്ന് വരെ, അതായത് 2 വർഷം, അതെനിക്ക് ശാരീരികമായ ഒരുപാട് ബുദ്ധിമുട്ടുകൾ വന്നതുകൊണ്ട് 2 വർഷം കൊണ്ട് പോണില്ല. ആ 99 മുതൽ 2024 വരെയും ഞാൻ റബ്ബർ ടാപ്പിങ്ങിന് പോകുമായിരുന്നു.
അതിൻ്റെ അതായത് ഞാൻ റബ്ബർ ടാപ്പിങ്ങിന് ഇറങ്ങി കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ എൻ്റെ ഭർത്താവിനെ കൂടെ അത് ഞാൻ കൊണ്ട് നടന്ന് പഠിപ്പിച്ചെടുത്തു. കേരളത്തിലെ ലക്ഷക്കണക്കിന് സാധാരണ കുടുംബങ്ങളുടെ വീടുകളിൽ അടുപ്പ് പുകയ്ക്കുന്ന യഥാർത്ഥ അന്നദാതാവാണ് റബ്ബർ കൃഷി. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒന്നുമല്ലാതിരുന്നൊരു സമയമുണ്ടായിരുന്നു. ജീവിതത്തിൽ ഒരുപാട് സമയത്ത് ഞാൻ പകച്ചു നിന്നിട്ടുണ്ട്. അതിൽ നിന്ന് എന്നെ ഈ മേഖലയിലേക്ക് കരകയറ്റി കൊണ്ടുവന്നത് എൻ്റെ കൂട്ടുകാരി ബിന്ദുവും സർവോപരി എൻ്റെ ചേട്ടത്തിയുമായ രജിതകുമാരിയുമാണ്. ഈ ഒരു മേഖലയിലേക്ക് ഞാൻ വന്നതിന് ശേഷം എനിക്ക് ഒരുപാട് ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ 2 മക്കളെ പഠിപ്പിക്കുന്നതിനും അവർക്കൊരു തൊഴിലുണ്ടാക്കി കൊടുക്കുന്നതിനും എൻ്റെ വീട് ജപ്തി ചെയ്ത് കൊണ്ടുപോകാതെ തിരിച്ചു പിടിക്കുന്നതിനും ഞാൻ ഈ ഒരു തൊഴിൽ മേഖലയിൽ വന്നതുകൂടി എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. നെല്ലും പച്ചക്കറിയും പോലെ നേരിട്ട് കഴിക്കാവുന്ന ആഹാരമല്ലെങ്കിലും ഗ്രാമീണ കേരളത്തിൻ്റെ അടിത്തറ നിലനിർത്തുന്നതിലൂടെ റബ്ബർ കർഷകരും തൊഴിലാളികളും സംസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ അന്നദാതാക്കളായി മാറുന്നു. റബ്ബറിനെ പറ്റി പറയാന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ അന്നദാതാവാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കുടുംബത്തോടെ ഞങ്ങൾ 10 അംഗങ്ങളുള്ള കുടുംബമായിരുന്നു. ഞങ്ങളെല്ലാവരും ഒരു 10 വയസ്സ് മുതലേ റബ്ബർ വെട്ടി പഠിച്ച് റബ്ബർ കൊണ്ട് ജീവിച്ച മനുഷ്യർ. കൂലിക്കാണ്. അങ്ങനെ റബ്ബർ എല്ലാവരും എൻ്റെ സഹോദരങ്ങളും ഞാനും ഞങ്ങളെല്ലാവരും പഠിച്ചതും എല്ലാം റബ്ബർ വെട്ടി പലയിടത്തോറത് ഷീറ്റടിച്ച് അങ്ങനെയൊക്കെ ജീവിച്ച മനുഷ്യരാണ്. റബ്ബറിൻ്റെ കൂട്ടത്തിൽ ജീവിച്ചവരെന്ന് വേണം പറയാൻ. 3 മണിക്കും 2 മണിക്കും 1.5 മണിക്കും ഒക്കെയാണ് ഞങ്ങൾ പോയി റബ്ബർ വെട്ടാൻ പോകുന്നതും. ഈ റബ്ബർ വെട്ടി വെച്ച് പാലുമൊക്കെ എടുത്ത് ഉറ ചെയ്തിട്ടാണ് ഓടിയാണ് സ്കൂളിൽ പോകുന്നത്. 5 കിലോമീറ്ററൊക്കെ ഷീറ്റും ചുമന്നുകൊണ്ട് പോയാണ് ഞങ്ങൾ അന്നൊക്കെ ഈ ജോലികളൊക്കെ ചെയ്തിരുന്നത്. എന്തെങ്കിലുമൊക്കെ വസ്ത്രമായാലും ആഭരണങ്ങളായാലും എന്തിനായാലും പൈസ ഉണ്ടാക്കിയത് റബ്ബർ വെട്ടിയിൽ നിന്ന് തന്നെയാണ്. ഇപ്പോഴും റബ്ബർ വെട്ടുന്നുണ്ട്. ഇപ്പം തന്നെ ഞാൻ കുറച്ച് പാഴ്മരങ്ങളെടുത്ത് വെട്ടി തന്നെ ഞാൻ ഇപ്പോൾ ഒരു 15 സെൻറ്റ് പെരയുടെ അവിടെ മേടിച്ച്. അതെൻ്റെ ജീവിതത്തിൽ എനിക്ക് 1 സെൻറ്റ് പോലും ഇല്ലാത്തായിരുന്നു. അതൊക്കെ ഒരു ഭയങ്കര സംഭവമാണ് എൻ്റെ ജീവിതത്തിൽ സംബന്ധിച്ച്. റബ്ബർ തോട്ടങ്ങളിലെ വെല്ലുവിളികളെ അതിജീവിച്ച് മുന്നേറുന്ന ഈ വനിതകൾ കേവലം തൊഴിലാളികൾ മാത്രമല്ല, പുതിയൊരു തലമുറയ്ക്ക് വഴികാട്ടികൾ കൂടിയാണ്. ശാരീരിക അധ്വാനത്തിൻ്റെ അതിർവരമ്പുകൾ സ്ത്രീകളുടെ സ്വപ്നങ്ങൾക്ക് തടസ്സമല്ലെന്ന് ഇവർ തെളിയിക്കുന്നു. സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്കുള്ള ഇവരുടെ ഈ യാത്ര സമൂഹത്തിലെ മറ്റെല്ലാ സ്ത്രീകൾക്കും സ്വയം പര്യാപ്തത നേടാനുള്ള വലിയൊരു പ്രചോദനമാണ്. കേരളത്തിലെ റബ്ബർ മേഖലകളിൽ സ്ത്രീ ശക്തി എന്നത് വെറുമൊരു വാക്കല്ല, മറിച്ച് സാമ്പത്തിക ഭദ്രതയും ലിംഗസമത്വവും ഉറപ്പാക്കുന്ന ഒരു വലിയ മുന്നേറ്റം കൂടിയാണ്.